വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. എവിടെ ടോയ്ലറ്റ് വരുന്നോ ആ ദിക്കിന്റെ സൗഭാഗ്യം വീട്ടിൽ നഷ്ടപ്പെട്ടു പോകും. ഈസ്റ്റിൽ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് ആ ടോയ്ലറ്റിന്റെ ഉള്ളിൽ ഫുൾ ടൈം ഒരു റെഡ് ലൈറ്റ് ഓൺ ചെയ്തിടണം. തെക്കിൽ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിനകത്ത് ഒരു കരിങ്കല്ല് അഥവാ ഒരു പാറക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് ആ ദോഷം നമുക്ക് പരിഹരിക്കാമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിന്റെ വില്ലൻ എന്ന് പറയുന്നത് ആ വീട്ടിലെ ടോയ്ലറ്റുകളാണ്. വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. എവിടെ ടോയ്ലറ്റ് വരുന്നോ ആ ദിക്കിന്റെ സൗഭാഗ്യം വീട്ടിൽ നഷ്ടപ്പെട്ടു പോകും. ഈ ടോയ്ലറ്റ് ഒരു പ്രധാന വിഷയമായി പലർക്കും മനസ്സിലായിട്ടുണ്ട്. പലരും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാവുമെന്ന് തോന്നുന്നു ഒരു ടോയ്ലറ്റ് പണിയുമ്പോൾ. അപ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു ടോയ്ലറ്റ് നമ്മൾ വെച്ചുപോയി ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഒരു 3-4 ദിക്കിൽ ടോയ്ലറ്റ് വന്നാൽ ചെയ്യാവുന്ന, പൊളിച്ചു മാറ്റാതെ ചെയ്യാവുന്ന ഫെങ്ഷുയുടെ പരിഹാരങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്ന്, ഈസ്റ്റിൽ ഒരു ടോയ്ലറ്റ് വന്നു. ഈസ്റ്റിൽ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം ഒരു റെഡ് ലൈറ്റ് ഓൺ ചെയ്തിടണം. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള റെമഡിയാണ്. ഏത് ദിക്കിലാണ് ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ആ എലമെന്റിനെ നോക്കിക്കൊണ്ട് അതിൻ്റെ ബാലൻസിങ് ആണ് ഈ ചെയ്യുന്നത്. അപ്പം കിഴക്ക് ദിക്കിന്റെ ടോയ്ലറ്റും അതിന്റെ പരിഹാരവും പറഞ്ഞു. അടുത്ത ദിക്ക് തെക്കാണ്. തെക്കിൽ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിനകത്ത് ഒരു കരിങ്കല്ല് അഥവാ ഒരു പാറക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് ആ ദോഷം നമുക്ക് പരിഹരിക്കാമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിയൊരു പാറക്കല്ലെടുത്ത്, ഇപ്പം നമുക്ക് ടൈല് കടകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും, അത്തരത്തിലുള്ള പാറക്കല്ലെടുത്ത് ആ ടോയ്ലറ്റിന്റെ ഉള്ളിൽ സൂക്ഷിക്കുക. ടോയ്ലറ്റിന്റെ ഉള്ളിലാണ് സൂക്ഷിക്കേണ്ടത്. അതേപോലെ തന്നെ റെഡ് ലൈറ്റ് ഇടേണ്ടത് കിഴക്ക് ടോയ്ലറ്റിന്റെ ഉള്ളിലാണ്. വീടിന്റെ പുറത്ത് കിഴക്കിലെ റെഡ് ലൈറ്റ് ഇട്ടാൽ വീട്ടിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അടുത്തത് പടിഞ്ഞാറ്. പടിഞ്ഞാറിൽ നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റെമഡി ആയിട്ട് ഒരു ബ്ലൂ ബക്കറ്റിനകത്ത് 20 ലിറ്റർ വെള്ളം ആ ബാത്റൂമിനകത്ത് സൂക്ഷിക്കണം. ഈ വെള്ളം ബാത്റൂമിന്റെ ആവശ്യത്തിനായിട്ട് എടുക്കാൻ പാടില്ല. 3 ദിവസങ്ങൾ കൂടുമ്പോൾ ഈ വെള്ളം ചരിച്ചു കളഞ്ഞിട്ട് വീണ്ടും പുതിയ വെള്ളം വയ്ക്കാം. ഈ വെള്ളം തുറന്നു വെക്കണം. ഇനി നമുക്ക് അടുത്ത ഡയറക്ഷൻ നോർത്താണ്. അപ്പൊ 4 ദിക്കുകളാവും. നോർത്തിൽ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു പ്ലാന്റ് വെക്കാം. പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫെങ്ഷുയിൽ വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ലക്കി ബാമ്പു, ഒന്ന് മണി പ്ലാന്റ്, ഒന്ന് സ്നേക്ക് പ്ലാന്റ്. ഇതൊക്കെ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ഇതാണ് ഗ്രീൻ ജേഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ വെക്കാൻ പാടില്ല. അതിന് പകരം മറ്റേതെങ്കിലും പ്ലാന്റുകൾ അതിനകത്ത് വെക്കുന്നതും ഈ ഒരു ദോഷത്തിന് പരിഹാരമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 4 ദിക്കുകളിൽ കാര്യം പറഞ്ഞു. ഇനി ഒരു ടിപ്സും കൂടെ പറഞ്ഞു തരാം. ഇതിൽ പണി ചെയ്യുന്നതിന് മുമ്പാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചില കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദോഷത്തിന് പരിഹാരം ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ആ റൂമിനകത്ത് ഉപയോഗിക്കുന്ന പെയിന്റോ അല്ലെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ഉപയോഗിക്കുന്ന പെയിന്റോ ടൈലുകളോ ഈ പറഞ്ഞ നിറം ഉപയോഗിക്കാം. ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ റെഡ് ഉപയോഗിക്കാം. സൗത്തിലാണെന്നുണ്ടെങ്കിൽ യെല്ലോയോ ബ്രൗണോ ഉപയോഗിക്കാം. വെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നോർത്തിലാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ടൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇതിന് പരിഹാരം ചെയ്യാം. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. പേരും പ്രസിദ്ധിയും വിജയവും ഉണ്ടാവാനായിട്ട് നമുക്ക് സൗത്തിൽ ഒരു വിക്ടറി ഹോഴ്സ് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് ഈസ്റ്റിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കലാബാഷ് അഥവാ ഉലു ഹാങ് ചെയ്യാം. ഇനി വെസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ബുദ്ധയാണ്. അത് പടിഞ്ഞാറ് വശത്ത് നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നോർത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് അരോന മത്സ്യമാണ്. ഇത് പടിഞ്ഞാറ് വശത്ത് ഉപയോഗിക്കാം. അപ്പം ഈ 4 ദിക്കുകളിൽ ടോയ്ലറ്റ് ഉള്ളവർക്ക് യഥാക്രമം ഈ 4 ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പടിഞ്ഞാറ് നമുക്ക് വേണമെങ്കിൽ ഒരു 6 റോഡ് വിൻഡ് ചെയിമും ഇടാം. ഇനി 4 ദിക്കുകളെ സംരക്ഷിക്കുന്നതായിട്ട് 4 അനിമൽസ് ഉണ്ട്. സൗത്തിൽ ഫീനിക്സ് ബേർഡ് വയ്ക്കാം, നോർത്തിൽ നമുക്ക് ടോർട്ടോയ്സ് വയ്ക്കാം, വെസ്റ്റിൽ വൈറ്റ് ടൈഗർ വയ്ക്കാം, ഈസ്റ്റിൽ ഗ്രീൻ ഡ്രാഗൺ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ 4 ഡയറക്ഷൻസിലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.